ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന പ്രഭാഷണ പരമ്പരയുടെ 16-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഗീത 2-ാം അധ്യായം സാഖ്യയോഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 31ഉം 32ഉം ചൊല്ലി അവയുടെ വിശകലനത്തിലേക്ക് കടന്ന് ചിലത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. ഈ ശ്ലോകങ്ങളിൽ വരുന്ന സ്വധർമ്മം, സ്വർഗം എന്നീ 2 വാക്കുകളെക്കുറിച്ച് ചിലതുകൂടി പറയേണ്ടതുണ്ട്. അതിനു മുമ്പായി ആ 2 ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. ശ്ലോകം 31. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ശ്ലോകം 32. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഇതിലെ 31-ാം ശ്ലോകത്തിൽ സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ ഒട്ടും കുലുങ്ങേണ്ടതില്ല എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നതായി വരുന്നു. 32-ാമത്തെ ശ്ലോകത്തിൽ ഈ യുദ്ധം അപ്രതീക്ഷിതമായി തുറന്നു കിട്ടിയ സ്വർഗവാതിൽ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 31-ാം ശ്ലോകത്തിൽ സ്വധർമ്മവും 32-ാം ശ്ലോകത്തിൽ സ്വർഗവും വരുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടത്. എന്താണ് ഈ സ്വധർമ്മം? ഗീതയിലെ വളരെ പ്രധാനപ്പെട്ടതും പലവട്ടം ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു വാക്കാണിത്. സാമാന്യ അർത്ഥത്തിൽ സ്വധർമ്മത്തിനെ തൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കാം. ഏതാണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ അർത്ഥമെന്നും പറയാം. എങ്കിലും ഗീത വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാക്കാണ് ഇതെന്നതിനാലും ഗീതാ വിമർശകർ ഗീതയെ വിമർശിക്കുന്നതിനായി സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ഇതെന്നതിനാലും ഇതേക്കുറിച്ച് അല്പം കൂടി വിശദമായി പറയേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം മനുഷ്യരാണെങ്കിലും ഓരോ മനുഷ്യരുടെയും ചിന്തയും സ്വഭാവവും വ്യത്യസ്തമാണ്, ഇല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് മാത്രം പറയാം. നിങ്ങളെല്ലാവർക്കും രാസമൂലകങ്ങളെക്കുറിച്ച് അറിവുള്ളതാണല്ലോ. കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, അങ്ങനെ 118 മൂലകങ്ങളുണ്ട്. ഓരോ മൂലകത്തിനും അതാതിൻ്റേതായ പ്രത്യേകം പ്രകൃതം ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പീരിയോഡിക് ടേബിളിൽ ഇടത്തെ അറ്റത്ത് വരുന്ന മൂലകങ്ങൾക്ക് പ്രതിപ്രവർത്തന ശക്തി വളരെ കൂടുതലാണെങ്കിൽ വലത്തെ വശത്ത് വരുന്നവർക്ക് ശക്തി വളരെ കുറവും ഏതാണ്ട് നിർജ്ജീവമാണെന്നും പറയാം. എന്തുകൊണ്ടാണ് മൂലകങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ളതായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ സൃഷ്ടി അങ്ങനെയാണെന്നേ പറയാൻ കഴിയും. വ്യക്തി സ്വഭാവത്തിൻ്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെയാണ്. ഓരോ മൂലകത്തിനും അതാതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ക്യാരക്ടറിസ്റ്റിക് ക്വാളിറ്റിയും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് വേദാന്തം ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഓരോ വ്യക്തിക്കും അവരവരുടേതായ വ്യത്യസ്ത സ്വഭാവം ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കാം. വ്യക്തിയുടെ പ്രത്യേക സ്വഭാവത്തിനനുസൃതമായ കർമ്മം ചെയ്യുമ്പോൾ അത് സ്വധർമ്മമാകുന്നു. ഉദാഹരണത്തിന്, ഒരാൾക്ക് മാത്തമാറ്റിക്സിൽ വളരെ മിടുക്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലിലാണ് അയാൾ ഏർപ്പെടുന്നതെങ്കിൽ അത് സ്വധർമ്മപ്രകാരമുള്ള കർമ്മമാണെന്ന് പറയാം. ഇനി മാത്തമാറ്റിക്സിൽ മിടുക്ക് ഇല്ലാത്ത ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടേണ്ടി വന്നാലോ അതിനെ പരധർമ്മമെന്നും പറയാം. അതായത് സ്വന്തം സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തിനെ സ്വധർമ്മമെന്നും സ്വന്തം സ്വഭാവത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ സ്വധർമ്മത്തിനനുസൃതമായ കർമ്മം നാം ചെയ്യുകയാണെങ്കിൽ അതിനെ പരധർമ്മം എന്ന് പറയും. അതായത് നമ്മുടെ സ്വാഭാവിക പ്രകൃതത്തിന് അല്ലെങ്കിൽ ഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വധർമ്മമെന്നും, ഇനി അങ്ങനെയല്ലാതെ
നമ്മുടെ താല്പര്യങ്ങൾക്കോ നമ്മുടെ സ്വഭാവത്തിനോ അനുസരിച്ചിട്ടുള്ള കർമ്മമല്ല നാം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ താല്പര്യപ്രകാരമുള്ള അല്ലെങ്കിൽ സ്വധർമ്മപ്രകാരമുള്ള കർമ്മമാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിനെ പരധർമ്മമെന്നും പറയും. സ്വധർമ്മപ്രകാരം കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് കർമ്മിക്ക് വളരെ സന്തോഷവും സമാധാനവും നൽകുന്നതാകും. ആ കർമ്മത്തിന് ഏറ്റവും നല്ല ഫലവും കിട്ടും. എന്നാൽ പരധർമ്മപ്രകാരമുള്ള കർമ്മമാണ് ചെയ്യുന്നതെങ്കിലോ മനസ്സ് സംഘർഷഭരിതമായി നമ്മുടെ സമാധാനവും സന്തോഷവും നശിക്കുകയും ചെയ്യും. ആ കർമ്മത്തിൻ്റെ ഫലം വളരെ മോശമായിരിക്കുകയും ചെയ്യും. കണക്കിൽ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയെ സസ്യശാസ്ത്രം പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അത് അവൻ്റെ സ്വധർമ്മപ്രകാരമുള്ള കർമ്മമല്ല, അവൻ പരധർമ്മമാണ് ചെയ്യുന്നത്. സ്വധർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ശാന്തിയിലും സമാധാനത്തിലും സംതൃപ്തിയിലുമാകുമെന്നതിനാൽ ആ അവസ്ഥയെ സ്വർഗമെന്നും, ഇനി മറിച്ചാണെങ്കിൽ അതിനെ നരകമെന്നും പറയാം. അതായത് സ്വർഗവും നരകവും എന്നത് കർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ഭൂമിയിൽ നിന്നും വേറിട്ടുള്ള രണ്ട് അന്യലോകങ്ങളായല്ല ഗീത സ്വർഗത്തെയും നരകത്തെയും അവതരിപ്പിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗീതയിലെ, അതായത് ഹൈന്ദവ ദർശനത്തിലെ സ്വർഗനരകങ്ങളെ ഇപ്രകാരത്തിലാണ് നാം നോക്കിക്കാണേണ്ടത്. അപ്പോൾ പിന്നെ ഈ യുദ്ധം അപ്രതീക്ഷിതമായി തുറന്നു കിട്ടിയ സ്വർഗവാതിൽ പോലെയാണെന്ന് എന്തുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്? അതിൻ്റെ അർത്ഥം ദൂരെ എവിടെയോ ഉള്ള ഒരു ലോകമാണ് സ്വർഗമെന്നല്ലേ? സ്വാഭാവികമായും നിങ്ങളേവരുടെയും മനസ്സിൽ ഉദിക്കേണ്ട ഒരു സംശയമാണിത്. അത് നമുക്കൊന്ന് നോക്കാം. സ്മൃതികൾ വിഭാവനം ചെയ്യുന്ന സുഖഭോഗങ്ങളുടെ പറുദീസയായ സ്വർഗം എന്ന അശാസ്ത്രീയതയെയും അതുപോലെ തന്നെ യുക്തിസഹമല്ലാത്ത മറ്റു പല മതഭാവനകളെയും പ്രകീർത്തിക്കുന്ന മതഗ്രന്ഥമല്ല ഭഗവത്ഗീത. ഇനി വരും ഭാഗങ്ങളിൽ ഇതൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നതേയുള്ളൂ. ആ സ്ഥിതിക്ക് ഇവിടെ സ്വർഗവിഷയത്തെ കൊണ്ടുവന്നിരിക്കുന്നത് സ്മൃതിശാസനങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന അർജുനനും നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കും നന്നായി മനസ്സിലാകുന്ന ഭാഷ അതാണെന്ന ഗീതാകാരൻ്റെ ചിന്തയാലാകാം. കുട്ടിക്കാലം മുതലേ നമുക്കെല്ലാം സുപരിചിതമായ പദങ്ങളാണല്ലോ സ്വർഗവും നരകവും. തെറ്റ് ചെയ്താൽ പുഴുക്കൾ നിറയുന്ന ദുർഗന്ധം വമിക്കുന്ന നരകവും, ശരി ചെയ്താൽ ദേവനർത്തകികൾ നൃത്തം ചെയ്യുന്ന സുഗന്ധപൂരിതമായ സ്വർഗവും ലഭിക്കും എന്നാണല്ലോ നാം എല്ലാം പഠിച്ചിരിക്കുന്നത്. സുഖഭോഗങ്ങളിൽ ആകൃഷ്ടനാകുന്ന ക്ഷത്രിയനായ അർജുനൻ്റെ ഈ മനസ്സ് നന്നായി അറിയുന്ന കൃഷ്ണൻ അതുകൊണ്ടാണ് സുഖത്തിൻ്റെ പറുദീസയെക്കുറിച്ച് തന്നെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ബോധപരമായും യുക്തിപരമായും സ്വർഗത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ അത് ആകാശത്തിൽ എവിടെയോ ഉള്ള മറ്റൊരു ലോകമല്ലെന്നും, സ്വധർമ്മമനുസരിച്ച് ആത്മാർത്ഥമായി കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരുവനുണ്ടാകുന്ന ആത്മസംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷാവസ്ഥയാണെന്നും മനസ്സിലാകും. സ്വധർമ്മപ്രകാരമല്ലാത്ത കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുവനുണ്ടാകുന്ന അസംതൃപ്തിയും അശാന്തിയും ആത്മസംഘർഷവുമാണ് നരകാവസ്ഥ എന്നത്. അതായത് ക്ഷത്രിയൻ്റെ സ്വധർമ്മമായ യുദ്ധം ചെയ്യുന്നതിലൂടെ അർജുനന് ആത്മസംതൃപ്തിയുടെ സ്വർഗരാജ്യം തുറന്നു കിട്ടുമെന്നാകണം കൃഷ്ണൻ ഉദ്ദേശിച്ചത്. അതായത് ഈ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി തുറന്നു കിട്ടിയ സ്വർഗവാതിൽ പോലെയാകും അത് സന്തോഷം നൽകുക അർജുനൻ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ആ സ്വർഗവാതിലിനെയാണ് ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചത്. ഈ പറയുന്ന സ്വർഗം ഏതെങ്കിലും അന്യലോകത്തുള്ള ഒരു പരദേശയുടെ കാര്യമെന്നല്ല പറയുന്നത്. ഇത് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക സംതൃപ്തിയും സമാധാനവുമാണ്. ആ സ്ഥിതിയെ സ്വർഗം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു പറുദീസ എന്ന് ചിന്തിച്ചിരിക്കുന്നു എന്ന് മാത്രം. സ്വധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സ്വധർമ്മ വിഷയം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഗീതാവിമർശകർ വളരെ ഉപയോഗിക്കാറുള്ളൊരു പദമാണ് സ്വധർമ്മമെന്നും സൂചിപ്പിച്ചു. അതെന്താണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഗീതയെ വിമർശിക്കുന്നവർ സാധാരണ സ്വധർമ്മം എന്ന വാക്കിനെ ജാതിപരമായ ധർമ്മം എന്ന വിധത്തിലാണ്
വിശദീകരിക്കാറുള്ളത്. സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ മുൻപ് പറഞ്ഞെങ്കിലും ആ വിധത്തിലല്ല ഈ ഗീതയെ വിമർശിക്കുന്നവർ ഈ വാക്കിനെ വ്യാഖ്യാനിക്കുന്നതും അറിയുന്നതും. സ്വധർമ്മത്തിൻ്റെ കാര്യം മാത്രമല്ല, പല ഗീതാ വ്യാഖ്യാനങ്ങളുടെയും കാര്യത്തിലും ഇത് പ്രസക്തമാണ്. ഒന്നുകിൽ ഇത് അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വീക്ഷണങ്ങൾ സമൂഹത്തിൽ പരക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് മനഃപൂർവ്വമായിട്ട് ഗീതയെ വിമർശിക്കുകയും ഗീതയെ തരം താഴ്ത്തി കിട്ടുക എന്നുള്ള ഒരു താല്പര്യത്തിൽ അതിൻ്റെ ആളുകൾ അങ്ങനെ ചെയ്യുന്നതാകാം. ഏതായാലും സ്വധർമ്മം എന്ന് പറയുന്നതിന് ജാതിയോ മതവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത് മനുഷ്യൻ്റെ പ്രകൃതം, മനുഷ്യൻ്റെ സ്വാഭാവിക ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയം തന്നെയാണ് ഇനി പുണ്യം, പാപം, പിന്നെ ചാതുർവർണ്ണ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നതാണ്. ഇത് നിർഭാഗ്യകരമായി ഈ വിഷയങ്ങളെല്ലാം തന്നെ വികലമായി ചിന്തിച്ച് വ്യാഖ്യാനിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദൗർഭാഗ്യകരമായി ഇതിനെയൊന്നും ശരിയായ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനും കഴിയുന്നില്ല. കാരണം ഈ ഗീത പഠിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരും ഗീതയെ ഒരു ഭക്തിവിശ്വാസ ഗ്രന്ഥമെന്ന നിലയിലാണ് പഠിച്ചിട്ടുള്ളതും സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതും സമൂഹത്തിലുള്ള ആളുകൾക്കും അതങ്ങനെ പഠിക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഈ ഗീതയുടെ ദുർവ്യാഖ്യാനങ്ങളെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം ഇതെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിനെ ഒന്നും തന്നെ ഒരു വിധത്തിലും ജാതീയമായോ വർഗീയമായതോ ദേശീയമായതോ ഒരു കാഴ്ചപ്പാടുകളും ഈ മാതിരി പദങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ പരക്കുന്നത്? ഇത് തൽപരകക്ഷികൾ അതിനായി താല്പര്യം എടുത്തത് ചെയ്യുകയും അജ്ഞാനം കൊണ്ടായിരിക്കാം, മനഃപൂർവ്വമായിരിക്കാം, അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ തെറ്റായ പ്രചരണങ്ങളെയും ആരോപണങ്ങളെയും തെറ്റിദ്ധാരണകളെയുമെല്ലാം യുക്തിഭദ്രമായി പ്രതിരോധിച്ചുകൊണ്ട് മനുഷ്യന് അങ്ങേയറ്റം പ്രയോജനകരമാകേണ്ട ഗീതാപ്രമാണങ്ങളെ സമൂഹത്തിലെത്തിക്കാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ടെന്ന് ഇതേക്കുറിച്ചെല്ലാം ഗൗരവപൂർവമായി ചിന്തിക്കാൻ കഴിവുള്ളവരെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായി മാത്രം ചിന്തിച്ചാൽ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി നമുക്ക് നൽകാൻ കഴിയുകയില്ലെന്നും നാം അറിയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊന്നുമല്ല ഗീതാകാരനും ഗീതയൊന്നും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം തന്നെ എൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വധർമ്മത്തിന് ഗീത നൽകുന്ന പ്രാധാന്യം ഇവിടെ ഇതുവരെ പറഞ്ഞതിലുമെല്ലാം വളരെ ഉയരത്തിലാണ്. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷപ്രാപ്തിക്ക് ആവശ്യമായിട്ടുള്ളത് നിഷ്കാമമായ സ്വധർമാചരണമാണെന്നാണ് ഗീത ഊന്നി പറയുന്നത്. ഈ വിഷയമൊക്കെ നാം പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഇവിടെ ചൊല്ലിയ 2 ശ്ലോകങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഗീതാഭാഷ്യത്തിൽ എഴുതിയിട്ടുള്ള 1-2 ഖണ്ഡികകൾ കൂടി നിങ്ങളുടെ അറിവിലേക്കായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവത്ഗീതയുടെ മഹനീയ സിദ്ധാന്തങ്ങളിൽ പ്രധാനമായിട്ടുള്ളതും എന്നാൽ മനുഷ്യർ ഏറ്റവുമധികം ദുരുപയോഗം ചെയ്തിട്ടുള്ളതുമായ ഒന്നാണ് സ്വധർമ്മം. ഭഗവത്ഗീതയുടെ സനാതനധർമ്മ ഭൂമികയിൽ നിന്ന് നോക്കിയാൽ സ്വധർമാചരണത്തിലൂടെ മനുഷ്യരുടെ ജന്മാർജിതമായ കഴിവുകളുടെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രകാശനമാണ് സംഭവിക്കുന്നത്. സ്വന്തം വാസനകൾക്കും, അതായത് ഗുണങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ചുള്ള കർമ്മം യജ്ഞഭാവനയോടെ, യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാതെ എന്നർത്ഥം, ഫലാകാംക്ഷയില്ലാതെ കർമ്മം യജ്ഞഭാവനയോടെ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ പരമാവധി ഫലം ഉളവാകുന്നു. ഇങ്ങനെ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം കർമ്മിക്ക് സന്തോഷവും ആത്മസംതൃപ്തിയും പ്രദാനം ചെയ്യുമ്പോൾ തന്നെ ആ കർമ്മത്തിൻ്റെ ഫലം സമൂഹത്തിന് മുതൽക്കൂട്ടാകുകയുമാണ്. വേദാന്ത തലത്തിൽ നിന്ന് നോക്കിയാൽ സ്വധർമ്മപരമായി കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവനിലെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ജന്മവാസനകളാണ് ഹോമിക്കപ്പെടുന്നത്. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം എന്ന ശ്രീ മഹാഭാഗവതം ആദ്യപാദ കീർത്തനത്തിൻ്റെ സാരമിതാണ്. ലാഭചിന്തകളോടെ മനുഷ്യ ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കുമെന്നും ആ ബന്ധനങ്ങൾ അറ്റുപോയാൽ മാത്രമേ മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നും സാരം. ജന്മവാസനകൾക്കനുസൃതമായി കർമ്മം ചെയ്യുമ്പോൾ കർമ്മബന്ധനങ്ങൾ, അതായത് വാസനകൾ അറ്റുപോകുമെന്നതിനാൽ
അങ്ങനെ വാസനാ മാലിന്യമാകുന്ന ആത്മാവിന് പരമാത്മാവുമായി ചേരാനുള്ള സംഗതി വരുമത്രേ. ഫലേച്ഛ കൂടാതെയുള്ള കർമാചരണത്തിലൂടെ സംസാരചക്രത്തിൽ നിന്നും വ്യക്തി രക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ അയാളുടെ കർമ്മഫലം ലോകത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. പുനർജന്മങ്ങളെന്ന പാപനരകത്തിൽ നിന്നും മോക്ഷം എന്ന പുണ്യസ്വർഗത്തിലേക്കാണ് മനുഷ്യർ നിഷ്കാമകർമ്മത്തിലൂടെ നടന്നു കയറുന്നത്. ഹൈന്ദവധർമ്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് ഈ മോക്ഷപ്രാപ്തി. അത് നിഷ്കാമമായ സ്വധർമാചരണത്തിലൂടെ നേടാൻ കഴിയും എന്നാണ് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത്. ഇപ്പറഞ്ഞതിലൊന്നും ജാതിയോ മതമോ വർണ്ണമോ ദേശമോ ഒന്നുമില്ല. ഉള്ളത് വ്യക്തിയുടെ സ്വാഭാവികമായ ഗുണങ്ങൾ മാത്രം. അതായത് ഗീതയുടെ പുരോഗമനോന്മുഖമായ ഈ സ്വധർമ്മ സിദ്ധാന്തത്തെ പ്രത്യേക ജാതിയിലുള്ളവരുടെ പരമ്പരാഗത തൊഴിൽ എന്ന വിധത്തിൽ വ്യാഖ്യാനിച്ചാണ് കുറേ പേർ സമൂഹത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജാതിയും മതവുമെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചതാണെന്നും ജാതിധർമ്മമാണ് സ്വധർമ്മമെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉന്നത കുലജാതർ മാന്യമായ തൊഴിലിനും അല്ലാത്തവർ അമാന്യമായ തൊഴിലിനും മാത്രം അർഹരാണെന്ന് വരുന്നു. ഭഗവത്ഗീതയെ നിശിതമായി വിമർശിക്കുന്ന ഒരു പുസ്തകം അടുത്തിടെ വായിച്ചപ്പോൾ സ്വധർമ്മമെന്ന ഗീതാ സിദ്ധാന്തം സമൂഹത്തിൽ ജാതി വ്യവസ്ഥ വളരാനും ഉച്ചനീചത്വങ്ങൾ ഉടലെടുക്കാനും കാരണമായെന്നും ഗീതയുടെ മഹാ അപരാധങ്ങളിൽ ഒന്നാണ് ഈ സിദ്ധാന്തം എന്നും എഴുതി കണ്ടു. ഉച്ചനീചത്വപരമായ ജാതി വ്യവസ്ഥ സമൂഹത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നു സ്ഥാപിക്കാനായി ചില പണ്ഡിതന്മാർ, ഞാൻ അവരെ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നില്ല, അഭിനവ പണ്ഡിതന്മാർ എന്ന് പറയേണ്ടിയിരിക്കുന്നവർക്ക് പാണ്ഡിത്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചു വിടാറുണ്ട്. ഭഗവത്ഗീതയുടെ സമഗ്ര സ്വഭാവത്തെ ശരിക്കും അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന മഹനീയമായ സ്വധർമ്മം എന്ന ആശയം ഇങ്ങനെയുള്ള വികല ചിന്തകളിലൂടെ കുഴിച്ചു മൂടപ്പെടുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉദ്ഘോഷിക്കുന്ന സമത്വസുന്ദരമായ ലോകം സ്വപ്നം കണ്ട ഒരു മഹനീയ സംസ്കാരത്തിൻ്റെ കാവൽക്കാരായ ഋഷികൾ സങ്കുചിതമായി ചിന്തിച്ചവരായിരുന്നെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ജാതി വ്യവസ്ഥയുണ്ടാക്കി മനുഷ്യരെ പല തട്ടുകളിലാക്കി ഭിന്നിപ്പിച്ച് സമൂഹത്തിൽ അസമത്വവും അരാജകത്വവും സൃഷ്ടിക്കുകയായിരുന്നു ഹൈന്ദവധർമ്മത്തിലെ ഈശ്വരൻ്റെ ദൗത്യമെങ്കിൽ സമഭാവനയിലൂന്നിയ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതനധർമ്മ പ്രമാണവുമായി ഹൈന്ദവധർമ്മത്തെ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ കഴിയുക? ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ആർഷഭാരത തത്വദർശനങ്ങളുടെ യുക്തിയും ശാസ്ത്രീയതയും മഹനീയമായ സാമൂഹിക മാനങ്ങളുമാണ് ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളിലൂടെ നഷ്ടപ്പെടുന്നതെന്നത് ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. ഗീത വെറുമൊരു ഭക്തിഗ്രന്ഥമല്ല. അത് സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമൂഹിക ചിന്തകളെ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന തെറ്റായ മതചിന്തകളെ വിമർശിക്കുകയും ആ തെറ്റുകൾ തിരുത്താൻ ആത്മീയതയെ ഉണർത്തുകയാണ് ആവശ്യം എന്ന് ഉദ്ഘോഷിക്കുകയും അതിനുവേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന വിശ്വോത്തര ആധ്യാത്മിക കൃതിയാണിത്. ഗീതയുടെ 1-ാം അധ്യായത്തിൽ ഗീതാകാരൻ അർജുനനെ കൊണ്ട് ചോദിപ്പിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ മനസ്സിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യങ്ങളും സമൂഹം അവരിൽ അടിച്ചേൽപ്പിക്കുന്ന വിവിധ ബന്ധനങ്ങളാൽ അവർക്ക് നഷ്ടമാകുന്ന സ്വത്വബോധത്തിൻ്റെ ആകുലതകളും ആണെന്നും മനസ്സിലാക്കിയാൽ ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം കുറെ കൂടി വ്യക്തമാകും. ആ ആകുലതകളുടെ അടിസ്ഥാന പ്രകൃതങ്ങളും അവയിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി മനുഷ്യജീവിതം കൂടുതൽ സമ്പന്നമാക്കാനുള്ള പ്രായോഗിക പദ്ധതികളുമാണ് ആർഷഭാരത തത്വജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ ഗീതാകാരൻ ലോകത്തിന് പകർന്നു നൽകുന്നത്. ഭഗവത്ഗീതയുടെ ഈ സമഗ്ര സ്വഭാവം മനസ്സിലാക്കാതെ ഗ്രന്ഥത്തിൻ്റെ അവിടുന്നും ഇവിടുന്നും ചില ശ്ലോകങ്ങൾ അടർത്തിയെടുത്ത് തങ്ങളുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്കനുസൃതമായ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ഗീതയെ അപ്രസക്തമാക്കാനാണ് അബോധത്താലാണെങ്കിലും കുറേ പേരെങ്കിലും ഇവിടെ ശ്രമിക്കുന്നത്. ഭഗവത്ഗീതയെ പുരാണങ്ങൾ പോലെ ഒരു മതഭക്തി ഗ്രന്ഥമായി മാത്രം വിലയിരുത്തി പഠിച്ചിരിക്കുന്നതിനാൽ ഗീതാ പണ്ഡിതന്മാരെന്ന് പറയുന്ന പലർക്കും പോലും ഇങ്ങനെയുള്ള അജ്ഞാനജന്യവും ദുഷ്പ്രേരിതവുമായ ഗീതാ കടന്നാക്രമങ്ങളെ യുക്തിഭദ്രമായി പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് കൂടുതൽ ഗീതാ ശ്ലോകങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നിവിടെ വിശദീകരിച്ച സ്വധർമ്മം എന്ന പദത്തിന് അത്രമാത്രം പ്രാധാന്യമാണ് ഗീത നൽകുന്നത്.
ഗീതയുടെ മഹനീയമായ കർമ്മസിദ്ധാന്തത്തിൻ്റെ ആണിക്കല്ലാണ് നിഷ്കാമവും സ്വധർമ്മപരവുമായ കർമാചരണം എന്നത്. അതിലൂടെയാണ് മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷപ്രാപ്തി തന്നെ സാധ്യമാകുന്നതെന്നാണ് ഗീത ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പഠിക്കാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അറിവില്ലായ്മ കൊണ്ടോ അല്ലാതെയോ ഇങ്ങനെയുള്ള മഹനീയ പ്രമാണങ്ങളെ വികലമാക്കപ്പെടുമ്പോൾ അതിൻ്റെ ദോഷം സമൂഹത്തിനാണ് വന്നു ചേരുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം സ്വധർമ്മം, ചാതുർവർണ്ണ്യം തുടങ്ങിയ ഗീതാപ്രയോഗങ്ങൾക്ക് മതമോ ജാതിയോ കുലമോ ദേശമോ ഒന്നുമായി ബന്ധമില്ല. ഇതിന് ആകെ ബന്ധമുള്ളത് മനുഷ്യരുമായാണ്. ലോകത്തിലെ എവിടെയുമുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രമാണങ്ങൾ. ഏതു മതവുമായിക്കോട്ടെ, മനുഷ്യനും പ്രകൃതിക്കും നന്മ ചെയ്യാൻ സഹായിക്കുന്ന പ്രമാണങ്ങൾ അതിലുണ്ടെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ്. മറ്റു താല്പര്യങ്ങളുടെയൊക്കെ പേരിൽ അത്തരം പ്രമാണങ്ങളെ അറിഞ്ഞോ അറിയാതെയോ വികലമാക്കപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരെങ്കിലും അത് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ബാധ്യതയാണ്. ഞാൻ അങ്ങനെ ഒരു ബാധ്യതയാണ് നിർവഹിക്കുന്നത്. അല്ലാതെ എനിക്കിതിലെന്തെങ്കിലും നിക്ഷിപ്തമായോ സങ്കുചിതമായോ ഏതെങ്കിലും മതപരമായോ താല്പര്യമല്ല ഉള്ളത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഹിന്ദുമത ഗ്രന്ഥമാണെന്ന് പോലും പറയുന്ന ആളല്ല ഞാൻ. അത് മാനവരാശിക്ക് ആകമാനമായി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. സനാതനധർമ്മം ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഹിന്ദുക്കൾക്ക് ഇതിൽ കൂടുതൽ ബാധ്യതയുണ്ട്. ഗീതാപ്രമാണങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കൂടുതൽ ബാധ്യത ഹിന്ദുക്കൾക്കുണ്ടെന്നുള്ളതല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഈ ഗീതാപ്രമാണങ്ങൾ. അത് ശരിയായ രീതിയിൽ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അത് മനുഷ്യരാശിയുടെ ഗുണത്തിനു വേണ്ടിയാണ്. അല്ലാതെ ഏതെങ്കിലും ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ പാർസിയുടെയോ ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ല. ലോകത്തിലെ എവിടെയുള്ള മനുഷ്യർക്കും ഇത് പ്രയോജനമാകുന്നതാണ്. ശരി, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നമസ്കാരം.